കുഞ്ഞുങ്ങളെ പോലെയാകാം, നമുക്കും അനുഗ്രഹീതരായി തീരാം. വലിയവരായി തീർന്നാലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുടെ നടുവിൽ ഒരു കുഞ്ഞിനെ അടുക്കൽ വിളിച്ചിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പോലെ ആയാൽ നിങ്ങൾ അനുഗ്രഹീതരാകും, ദൈവരാജ്യത്തിൽ വലിയവരായി തീരും. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ പ്രവചനദൂത് നമ്മൾ ഒരുപാട് കരുതി വച്ചിരിക്കുന്ന വലുതായാലേ എന്തൊക്കെയാകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള ജീവിതത്തിലെ ചില ധാരണകളെ കർത്താവ് തന്നെ നേരിട്ട് പൊളിച്ചു കളഞ്ഞിട്ട് നിന്റെ നൈർമല്യത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള ശക്തമേയൊരു വെളിപ്പാടാണ് ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നത്. നിങ്ങളിത് അവസാനം വരെ കേൾക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ വ്യക്തമായി മാറ്റും. എല്ലാറ്റിലും ഉപരി ദൈവവുമായുള്ള നമ്മുടെ ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിനകത്ത് ഒരുപാട് കല്ലുകടികളുണ്ട് നമ്മളിൽ പലർക്കും. അതൊക്കെ കൃത്യമായി തന്നെ മാറും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദൂത് കേട്ടാലോ? എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായി. നമ്മളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ, നമ്മളിൽ ആരാണ് വലിയവൻ? എന്നിട്ട് ഈ സംശയം യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ യേശു ആ പരിസരത്ത് നിന്നൊരു കുഞ്ഞിനെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. യേശു ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ഒരു കുഞ്ഞിനെ പോലെ നാം ആയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന അളവിലായി തീരാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഈ ഒരു ദൈവാലോചനയ്ക്ക് നിതാന്തമായിരിക്കുന്ന 1-ാമത്തെ സന്ദേശം ഇന്നലെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. എന്തുകൊണ്ടാണ് പാസ്റ്റർ ഈ ഒരു വചനത്തിൽ തന്നെ നിന്ന് പറയുന്നത്? യേശു ചെറിയ കാര്യങ്ങളിലൂടെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആ പ്ലാൻ വ്യക്തമായി മനസ്സിലാക്കാനാണ് ഈ ദൂത് ഇന്നും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മെസ്സേജ് അല്ല, പുതിയ ദൈവിക വെളിപ്പാടുകളാണ്. ഒരു കുഞ്ഞിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ, അവകാശങ്ങൾ ചോദിക്കാതെ തന്നെ സ്വീകരിക്കാനുള്ള കഴിവ് ഒരു കുഞ്ഞിനുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല. അവിടെ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ള യോഗ്യതയുണ്ട്, എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ ആകാനുള്ള അവകാശമുണ്ട്, ഇങ്ങനൊന്നും ഒരു പൈതലിന് പറയേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞ് ആ വീട്ടിൽ ജീവിക്കുന്നത് ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും പൈതൽ എന്നുള്ള ബന്ധം കൊണ്ടാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഈ ബന്ധം നമ്മൾ തെളിയിക്കേണ്ടതില്ല. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമുക്കെല്ലാ അവകാശങ്ങളും ലഭ്യമായതുപോലെ ഞാൻ ഈ വീട്ടിൽ ജീവിക്കുവാൻ യോഗ്യനാണെന്ന്, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യം പോലുമില്ല. നമ്മൾ കുഞ്ഞായതുകൊണ്ട് തന്നെ ദൈവ കുടുംബത്തിൽ അന്തസ്സായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ വാക്കൊരിക്കൽ കൂടെ പറയട്ടെ, നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ദൈവ കുടുംബത്തിൽ അന്തസ്സായി തന്നെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശിശുക്കളെ പോലെ ആവുക എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിന് തൻ്റെ കുടുംബത്തിലെ ജീവിതം പിരിമുറുക്കങ്ങളില്ലാത്തതാണ്, ടെൻഷൻ ഇല്ലാത്തതാണ്. തൻ്റെ മകൻ മകൾ എന്നുള്ള പദവിയെക്കുറിച്ച് പോലും അവർക്ക് ബോധേടാകേണ്ടാത്ത രീതിയിലാണ് അവരവിടെ ജീവിക്കുന്നത്. നാമും ദൈവ കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കണം. കർത്താവേ ഞാൻ മകനാണ്, അങ്ങനൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ മക്കൾ തന്നെയാണ്. ബൈബിൾ നമ്മളോട് പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ പിതാവായ ദൈവം അധികാരം കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ പ്രകടനങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മൾ പുത്രന്മാരുമായി നിൽക്കുന്നത്. പിന്നെയോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നതിനാൽ, യേശു ക്രിസ്തുവിനാൽ നാം ജനിക്കപ്പെട്ടതിനാലാണ് നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയല്ല നമ്മൾ മക്കളാണെന്നുള്ളത് തെളിയിക്കുന്നത്, നമ്മുടെ ബൈബിൾ വായനയുടെ തോതല്ല നമ്മൾ ദൈവമക്കളാണെന്നുള്ളത് തെളിയിക്കുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പ്രസരിപ്പുകളല്ല നമ്മൾ ദൈവമക്കളാണെന്നുള്ളത് തെളിയിക്കുന്നത്. നമ്മൾ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ജനനം, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഈ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് തെളിയിക്കുന്നത്. ആമേൻ. ബൈബിൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. വിശുദ്ധ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ആത്മീക നിലവാരം കുഞ്ഞെന്നുള്ള നിലയിൽ ആസ്വദിക്കുക, ടെൻഷൻ ഫ്രീ ആയി ദൈവസന്നിധിയിൽ നിൽക്കുക.
ഞാൻ എന്താണ്, ഞാൻ കുറവുള്ളവനാണോ, കുറ്റമുള്ളവനാണോ, പാപിയാണോ, ഇങ്ങനെയുള്ള ഒരുവിധ ചിന്തയും വേണ്ട. മകനായി ജനിച്ചു കഴിഞ്ഞു. ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വൈകല്യമുണ്ടെങ്കിലും നിങ്ങളുടെ അപ്പൻ നിങ്ങളെ നോക്കിക്കൊള്ളും. നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ മാതാപിതാക്കൾ നോക്കുന്നത് പോലെ യേശു നിങ്ങളെ നോക്കും. എൻ്റെ അടുക്കൽ ഒരപ്പനും അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നു. ആ പൈതലിനെയും കൊണ്ട് വന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്നൊരു രോഗമാണ്. അതുകൊണ്ട് അവന് നിൽക്കാൻ കഴിയില്ല, അവനെപ്പോഴും കിടക്കുകയുള്ളൂ. അപ്പോൾ അവനിങ്ങനെ നാപ്പിയൊക്കെ ഉടുപ്പിച്ചാണ് അവനെ കൊണ്ട് വന്നത്. അപ്പോൾ ഈ മാതാപിതാക്കളോട് ഞാൻ ചോദിച്ചു, എവിടെയാണ് ട്രീറ്റ്മെൻറ്റ്? CMC വെല്ലൂരാണ് ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ ചോദിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഇവനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റേ അത് ശരിയാണ്, പക്ഷേ അതിനകത്ത് വേറൊരു സന്തോഷം കൂടിയുണ്ട്. ഞാൻ എന്താണ്? ഈ കുഞ്ഞിന്, ഞങ്ങളുടെ ഈ മോന് ഏറ്റവും നല്ല പേരൻസ് ആകാൻ യേശു കണ്ടത് ഞങ്ങളെയാണ്. ആ വാക്ക് എൻ്റെ ഹൃദയത്തെ വല്ലാതെ തൊട്ടു. ഈ കുഞ്ഞിന് ഏറ്റവും നല്ല അപ്പനും അമ്മയായി തീരാൻ ദൈവം ഞങ്ങളെയാണ് കൃപ നൽകി അനുഗ്രഹിച്ചത്. എത്ര നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എത്ര നല്ലൊരു അഭിപ്രായമാണ്. ദോഷികളായ മാതാപിതാക്കളാണ് നമ്മളെല്ലാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കളയുകയില്ല എങ്കിൽ സ്വർഗീയ പിതാവ് നമ്മുടെ ജീവിതത്തെ തൻ്റെ കുഞ്ഞെന്ന നിലയിൽ യേശു ക്രിസ്തുവിലൂടെ ജന്മമെടുത്ത നമ്മളെ തൻ്റെ പൊന്നു പൈതലായി തന്നെ ചേർത്ത് പിടിക്കുകയാണ്. നമുക്ക് ധൈര്യപ്പെടാൻ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് എന്തിൻ്റെ പേരിലാണ് ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ എന്തെല്ലാം കുറവുകളുടെ പേരിലാണ് ദൈവം അങ്ങനെ ചിന്തിക്കുമോ ഇങ്ങനെ ചിന്തിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നത്? മാറ്റിക്കള. ഞാൻ ജനിച്ചു, ആ കാരണത്താൽ ഞാൻ സ്വസ്ഥതയുള്ളവനാണ്. ഞാൻ ദൈവരാജ്യത്തിൽ ശിശുവിനെ പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. രണ്ടാമത്തെ കാര്യം, ഒരു പൈതലിന് നാളെയെക്കുറിച്ച് അമിത ഭാരമില്ല. ഒരു കുഞ്ഞ് സാധാരണയായി നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പോൾ ആ നിലയിലാണെങ്കിൽ അടുത്ത മാസത്തെ വാടകയെക്കുറിച്ച് ആ കുഞ്ഞ് ചിന്തിക്കത്തില്ല. ഭാവിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അവൻ്റെ ഉറക്കവും കളയില്ല. മാതാപിതാക്കൾ എന്ത് കരുതുമെന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അവനൊന്നറിയാം, എൻ്റെ പപ്പ നോക്കിക്കൊള്ളും, എൻ്റെ മമ്മി നോക്കിക്കൊള്ളും. ഈ ഒരു ശിശു സ്വഭാവമുള്ള ഈ ഒരു ചിന്താഗതിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ പിതാവ് എല്ലാം അറിയുന്നു, അതുകൊണ്ട് ഞാൻ സമാധാനത്തിലാണ്. യേശു പറഞ്ഞു, നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. അതിനാൽ ഒരു മുഴം കൂട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾക്ക് വേണ്ടത് ഇന്നവേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നവേ തന്നെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു നമ്മളോട് പറഞ്ഞു. ഈ ഭൂമിയിൽ യേശു എന്ന ദൈവപുത്രൻ ക്രൂശിനെ പോലും നേരിടുവാൻ സന്നദ്ധനായത് തൻ്റെ പിതാവ് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള, ഞാൻ മകനാണെന്നുള്ള ഉത്തമമായ ബോധ്യം കൊണ്ട് തന്നെയാണ്. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടിയുള്ളതെല്ലാം അറിയുന്നു, അതുകൊണ്ട് ഞാൻ സമാധാനത്തിലാണെന്ന് ഇന്ന് രാവിലെ ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഉറ്റുനോക്കുമ്പോൾ ഒത്തിരി കുറവുകളും പ്രശ്നങ്ങളും വീഴ്ചകളും ഓരോ ദിവസവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ആ വീഴ്ചകളുടെ പേരിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നവരുണ്ട്. ഇനി എനിക്ക് എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ചിന്താഗതികളുടെ എല്ലാം നടുവിൽ ഒരു കുഞ്ഞ് നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പൈതൽ വീണാലും അവൻ എന്തു ചെയ്യും? വീണ്ടും എണീക്കും. എന്നിട്ട് അവൻ തൻ്റെ അപ്പൻ്റെ അടുക്കലേക്കാണ് ഓടിയെത്തുക. ഒരു കുഞ്ഞ് വീണാൽ അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, അപ്പൻ്റെ ഭവനത്തിലേക്ക് തന്നെയാണ് അവൻ വരുന്നത്. അവൻ കളിസ്ഥലത്ത് വീണാൽ, അവന് വിദ്യാലയത്തിൽ വീണാൽ, അവൻ പോകുന്ന റോഡിൽ വീണാൽ, ഒരു കുഞ്ഞും ഇനി ഞാൻ വീട്ടിൽ കയറത്തില്ലെന്ന് തീരുമാനിക്കുന്നില്ല. വീഴ്ചകളൊന്നും, കുറവുകളൊന്നും, പോരായ്മകളൊന്നും അപ്പൻ്റെ ഭവനത്തിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നില്ല. വീണു എന്ന് കരുതി ആ മുറിവുമായി പെരുവഴിയിൽ ഇരിക്കരുത്. അതാണ് തെറ്റ്. തിരിച്ചു വരിക. എല്ലാ കുഞ്ഞുങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു, ഒന്ന് വീണാൽ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക, പപ്പയുടെ അരികിലേക്ക് ഓടി ചെല്ലുക. അവിടെ ആശ്വസിപ്പിക്കുന്ന ഭുജമുണ്ടെന്നേ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകലുവാൻ ശ്രമിക്കുന്ന എല്ലാവരോടും ശിശു സ്വഭാവം പറയുന്നു, വീണെന്ന് വന്നേക്കാം, അതുകൊണ്ട് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ടൊന്ന് ഓടുവാൻ തന്നെയാണ് തയ്യാറാകുന്നത്. ഓരോ തോൽവികളും ഓരോ വേദനകളും ഓരോ പതനങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവിലേക്ക് ഓടിയെടുക്കുവാൻ ഇന്ന് രാവിലെ നമുക്ക് തയ്യാറാകാം. ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പല കാരണങ്ങളാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത പല വിഷയങ്ങളാൽ നിങ്ങളൊരു പക്ഷേ സ്വന്തം ലൈഫിൽ തന്നെ കർത്താവുമായുള്ള ബന്ധം എവിടെയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സാഹചര്യത്തിലായിരിക്കും. തിരിച്ചു വരണം പൊന്നുവൈതലേ, കർത്താവായ യേശു നിന്നെ വിളിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീഴ്ചകൾ ദൈവം നമ്മളെ വെറുത്തു എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ഒരിക്കലും നമ്മളെ വെറുക്കുന്നില്ല. നമ്മുടെ പിതാവ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നില്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. കുഞ്ഞുങ്ങളാണ് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ അപ്പിയിട്ട് കിടന്നാലും മുഖത്ത് ചെളിയാക്കിയാലും നമ്മൾ അവരെ സ്നേഹിക്കും, നമ്മൾ അവരെ കഴുകി വെടിപ്പാക്കും. ഇന്ന് രാവിലെ എനിക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ യേശുവിനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാട്ടെ. മൂന്നാമത്തെ കാര്യം, ഒരു പൈതലും
തൻ്റെ മഹത്വത്തെ അല്ല നോക്കുന്നത്. അവരവരുടെ നേട്ടങ്ങളെക്കാൾ അവരുടെ മാതാപിതാക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ പപ്പ ഭയങ്കര പുള്ളി, എൻ്റെ മമ്മി ഭയങ്കര ആളാണ്. ഈ നിലയിൽ അവരവരുടെ മഹത്വത്തെക്കുറിച്ചല്ല, അവരുടെ ശക്തിയെക്കുറിച്ചല്ല, അവരുടെ നേട്ടങ്ങളെക്കുറിച്ചല്ല, അവരുടെ മാതാപിതാക്കളുടെ നന്മകൾ, കൃപകളാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതുപോലെ ഒരു ദൈവ പൈതലും തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തെ വേണം ഉയർത്താൻ. യേശു എന്ന പുത്രൻ വലിയൊരു മാതൃകയാണ്. എല്ലായിടത്തും തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തി, താൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നത് യേശുവിൻ്റെ ഏറ്റവും വലിയ മോട്ടോ ആയിരുന്നു. ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ഫിനാൻഷ്യൽ മേഖലകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മളുടെ ശുശ്രൂഷാ തലങ്ങളിൽ, എല്ലായിടത്തും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാതെ കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് തീരുമാനിക്കാം. നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കട്ടെ. നാലാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹം സ്വീകരിക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ദൈവത്തെ സേവിക്കാൻ തയ്യാറാണ്, എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കുഞ്ഞും സ്നേഹം സമ്പാദിക്കുന്നില്ല മാതാപിതാക്കളിൽ നിന്ന്, അവർ സ്നേഹം സ്വീകരിക്കുകയാണ്. ശിശുവിനെ പോലെ താഴുക എന്ന് പറഞ്ഞാൽ, കർത്താവെ, ഞാൻ നിൻ്റെ സ്നേഹത്തിന് അർഹനല്ലേലും ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയാനുള്ള വിനയമാണ് നമുക്കുണ്ടാകേണ്ടത്. അതായത്, കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യാൻ, ഞാൻ നിനക്ക് വേണ്ടി ഇത് ചെയ്യാം, അതൊക്കെ ചെയ്തോ. അതിനേക്കാളെല്ലാം ഉപരി ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിലല്ല ഒരു മാതാവും പിതാവും കുഞ്ഞിനെ സ്നേഹിക്കുന്നേ. പകരം കുഞ്ഞായതിനാലാണ് സ്വാഭാവിക ജന്മം നിമിത്തം, ബന്ധം നിമിത്തം നമ്മൾ സ്നേഹം സ്വീകരിക്കുന്നത് പോലെ നമുക്ക് കർത്താവിൽ നിന്നും സ്നേഹം സ്വീകരിക്കാം. പിതാവിൽ നിന്നും, യേശുവിൽ നിന്നും, പരിശുദ്ധാത്മാവിൽ നിന്നും നമുക്ക് ഒരുപാട് സ്നേഹം അനുഭവിക്കാം. നിർബന്ധിതമായ സ്നേഹമല്ല, സ്വാഭാവികമായും വരുന്ന സ്നേഹം. അങ്ങനെ ആ സ്നേഹാനുഭവത്തിൻ്റെ സാധാരണ അനുഭവത്തിലെ തലത്തിലേക്ക് ഇന്ന് രാവിലെ നമുക്കൊന്ന് നീങ്ങാം. അസാധാരണമായി ഇന്നിച്ചിന് ഞാൻ സ്നേഹം അനുഭവിച്ചു, നോ, ഞാൻ എനി ടൈം ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ തന്നെ നമുക്കായിരിക്കാം. ഇനിയും പ്രധാനമായൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഒരു കുഞ്ഞിന് തൻ്റെ പിതാവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയും. നൂറുകണക്കിന് ആൾക്കാരുടെ ഇടയിൽ എൻ്റെ പിതാവ് എന്നെ വിളിച്ചാൽ എനിക്കത് മനസ്സിലാവും. എൻ്റെ മമ്മി ക്രിസ്റ്റി എന്ന് വിളിച്ചാൽ എനിക്കത് മനസ്സിലാവും. അതായത്, നമ്മുടെ പപ്പയുടെയും മമ്മിയുടെയും സ്വരം നമുക്ക് തിരിച്ചറിയാം. ശിശു സ്വഭാവമുള്ള ആത്മീക ജീവിതം എന്ന് യേശു അർത്ഥമാക്കുന്നത്, ഈ ലോകം ശബ്ദമുഖരിതമാണ്. ഈ ലോകത്തിൻ്റെ ഏത് ശബ്ദങ്ങളെക്കാൾ, ഏത് ഭയത്തിൻ്റെ ശബ്ദങ്ങളെക്കാളും, ഏത് സാഹചര്യങ്ങളുടെ ശബ്ദങ്ങളെക്കാളും, ഏത് പ്രലോഭനങ്ങളുടെ ശബ്ദങ്ങളെക്കാളും നമ്മുടെ സ്നേഹനിധിയായ പിതാവിൻ്റെ ശബ്ദത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ അപ്പ നമ്മളെ വിളിക്കുമ്പോൾ ഒരു മൃദുമന്ത്രണം പോലും തിരിച്ചറിയത്തക്ക വിധം ഒരു കുഞ്ഞ് തൻ്റെ പിതാവുമായുള്ള ബന്ധത്തിൽ അലേർട്ടാണെങ്കിൽ ഈ നിലയിലായിരിക്കണം നമ്മളുമാകണം. ശിശുവിനെ പോലെ താഴുക എന്ന് യേശു പറയുമ്പോൾ ഏറ്റവും ചെറിയവനാവുക എന്നുള്ളതല്ല, പിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാകുക എന്നതാണ് എൻ്റെ അർത്ഥം. ശിശുവിൻ്റെ ശക്തി അവൻ്റെ കഴിവിലല്ല, അവൻ്റെ പിതാവിലാണ്, അവൻ്റെ മാതാവിലാണ്. അഹങ്കാരം പറയുന്നത് ഞാൻ വഴി കണ്ടെത്തുമെന്നാണ്, ഞാൻ മിടുക്കനാണെന്നാണ്. പക്ഷേ എൻ്റെ ഡാഡി എനിക്ക് വേണ്ടി ചെയ്യും, എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ചെയ്തു തരും, എൻ്റെ അച്ഛൻ എനിക്കത് മേടിച്ചു തരും, ഇതാണ് ഒരു കുഞ്ഞു പറയുന്നത്. അവർക്കെന്തും അവരാശ്രയിക്കുന്ന ഞങ്ങളുടെ പപ്പയിലാണ്, നമ്മുടെ മമ്മിയിലാണ്. ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവർ തങ്ങളെ തന്നെ ഏറ്റവും വലിയവരായി കാണുന്നവരല്ല. പിതാവില്ലാതെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് സ്വർഗസ്ഥ പിതാവിനെക്കുറിച്ച് തിരിച്ചറിയുന്നവരാണ്. ഇന്നത്തെ ഈ ദൈവാലോചനയുടെ നടുവിൽ യേശു നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഒരു ശിശു നമ്മളിപ്പോൾ പറഞ്ഞതിനകത്ത് സ്വാഭാവിക സ്നേഹാനുഭവവും ആശ്രയബോധവും അവരുടെ ജീവിതത്തിൻ്റെ അഭിമാനവും അവർ തങ്ങളുടെ മാതാപിതാക്കളിൽ അർപ്പിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കോണിലും നമ്മുടെ പിതാവിൽ ഡിപ്പെൻഡഡായി നിൽക്കുക എന്നുള്ള സന്തോഷകരമായ തോതാണ്. കർത്താവ് അതിനെ നമ്മളെ സഹായിക്കട്ടെ. ഇന്നൊരു പക്ഷേ ആത്മീക ജീവിതത്തിൽ ഒത്തിരി ഡ്രൈ ആയിപ്പോയവർക്ക് തിരിച്ചു വരാനുള്ളൊരു ഊഴമാണിത്. ഒത്തിരി പേരെ ബലപ്പെടുത്തുന്നൊരു സന്ദേശമാണ്. നിങ്ങളിത് ഷെയർ ചെയ്യണം എല്ലാവർക്കും. ഒത്തിരി പേര് ഇതിൻ്റെ അനുഭവം പ്രാപിക്കട്ടെ. കർത്താവ് നമ്മളെ നിറയ്ക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ അപ്പായെ ഞങ്ങൾ ഹാപ്പിയാണ്, ഒത്തിരി ഹാപ്പിയാണ്. ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതുകളുടെ മുമ്പിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ശിഷ്യതുല്യ അനുഗ്രഹ മനസ്സോടുകൂടെ തിരുമുഖം തേടാൻ ഞങ്ങളിന്ന് വരുന്നു. ഞങ്ങളെ അതിനെ സഹായിക്കുക അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു അപ്പച്ചൻ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹീതമായ ആരാധനയുണ്ട്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വരിക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഗോഡ് ബ്ലസ് യു. ആമേൻ.